നിന്നോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പാണ്. മാനക്കേട് കൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും. ചിലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ടായ അയാളെ. ആ മീശയും ചോര കണ്ണും. റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലയ്ക്ക് പ്രാന്ത് തന്നെയാ. സീനു, ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ? തോന്നുന്നു. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പിണക്കം? എനിക്ക് പിണക്കമൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ? അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി, ആ പെണ്ണിന് പ്രാന്താ. അയാൾ നിർത്ത്. അല്ലോ, എന്റെ ആട്ടുകുട്ടി. എന്റെ അമ്മോ, ഇതൊക്കെ എവിടെ നിന്ന് കട്ടണ്ട് വന്നെ? കട്ടതല്ല, പിന്നെ സമ്മാനമായിട്ട് വന്ന് ഞാനെടുത്തതാണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ടു കാണും. ഓ, താനെന്നെ നാട്ടുകാരുടെ തല്ല് കൊള്ളിക്കും. ഞാനെടുത്തതിന് താനെന്തിനാണ് തല്ലുകൊള്ളണത്? അത് ശരി, നീ എന്ന് പോക്കരത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല. കൈ തോക്കല്ലേ ഇരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ച് തിന്നോ. ഇനി മേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ വാച്ച അങ്ങനെ കയ്യിൽ ഒതുങ്ങണ എന്തെങ്കിലും നോക്കട്ടെ. ആ, ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നെ. 100 രൂപക്ക് ചാരായം തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ ഒരു 10 രൂപ ബാക്കിയുണ്ട്. അതിനുള്ള ചാരായ ഇപ്പത്താ കുടിക്കേ. ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ? ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല. ഇന്നലെ രാത്രിയെ നായിന്റെ മോമ്മ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? ആര്? ആ വാറുണ്ണി അല്ലാണ്ടാരാ? അന്ന് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവന്റെ ശവം സമയം വന്നപ്പോ എല്ലാവരും കാലുമറി കളഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? പള്ളിക്കാര് നാട്ടുകാർക്ക് ചെയ്തൊരു ഉപകാരമല്ലേ? അച്ഛനും ഫിലിപ്പോസ് മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ? അറിയാഞ്ഞിട്ടല്ല, പള്ളിയിൽ കംപ്ലൈൻസിന്റെ ബഹള. അച്ഛൻ അയ്യടാന്നായിരിക്ക. പുറത്തു പറയാൻ നാണക്കേട്. സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരു ഒറ്റ തേങ്ങയില്ല. നന്നായി, ഇനി പൊൻകുരിശ് കാണാണ്ടാവും. നോക്കിക്കോ. ഒരു പെറ്റീഷൻ എഴുതി. എന്താ കളവാണോ? കളവ് മാത്രമല്ല, ആ, നിന്റെ മോളെ പേടിപ്പിച്ചാ ചെയ്യിച്ചേ ഒരു ആട്ടുകുട്ടിനെ എടുത്തുണ്ടേ. അതിന് പുണ്ണാക്കിയർക്ക് ചെമ്പലുണ്ട്, അതും എടുത്തുണ്ടേ. വാറിന് തന്നെ ബാറുണ്ണി ഓന്റെ ബാപ്പന്റെ ഉണ്ണി അപ്പരിച്ചായി എന്നെ. ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ണ് വെച്ചാ കണ്ണും കൊണ്ട് പോയിച്ചാൽ ആ എഴുതി. കുഞ്ഞബ്ദുള്ളേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാൻ ഒരു കുമ്പൊലിച്ച വക്കീലെ പോലീസിന് 10 100 കൊടുക്കേണ്ടി വന്നാലും സാറില്ല. താനിങ്ങോട്ട് വന്നേ. എന്താ വന്നേ. എന്താ ഇത്? തനിക്ക് പ്രായപൂർത്തിയായ ഒരു മോളുള്ളതാ. അതിനെ കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ?
വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? വേണ്ട വക്കീലെ, വേണ്ട വേണ്ട വേണ്ട, അള്ളാണ് വേണ്ട. ഇങ്ങോട്ട് വന്നേ. അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവം കൊണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാകുമെന്ന്. താൻ കേട്ടോ? അത് ശരി. ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ? അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്? അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാ കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് ഗുണം എന്റെയാ. അച്ഛന് കണ്ടോ, അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞു പോയി. ഒരു മാസത്തെ പറ്റ കണക്ക് ഞാൻ വായിക്കാൻ കേട്ടു. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ, ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ, മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ, പലചരക്ക് കട 450 രൂപ, ആകെ 2446 രൂപ 70 പൈസ. ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റു രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റ് ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പൊ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആനിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി, എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ. ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ. എവിടെയൊക്കെ അവന് പറ്റ് മാറി കടന്നു പോടി എന്നെ ഒപ്പിന്ന്. അപ്പൊ കാശ് അവന്റെ അപ്പം തരും, ചേറും. എന്താ ഇവളുടെ അടുത്ത് അവന് പറ്റുപിടിയാ. കണക്കേർക്കാൻ വന്നേക്ക. സാറേ, എന്താ ആന്റണിയെ? എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക്. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ?
മാർക്കോസേ, നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ? അച്ഛന് പേടിയുണ്ടോ? പേടിക്കാൻ എന്ത് ചെയ്യും? കാട്ടുപോത്തോട് പോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവന്റെ ആ ഇരിപ്പും നോട്ടും അത്ര പന്തിയല്ല. ഈ ശംശയാഗസ്തുതി. ചിരിക്കണുണ്ടോ നായിന്റെ മോൻ? ഇപ്പൊ മനസ്സിലായോ നാട്ടുകാരോട് കളിച്ചാലുള്ള ഫലം? ആ, വേഗം നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടോണം. ഇനി ഒരു നിമിഷം ഇവിടെ ഉണ്ടാകരുത്. അപ്പൊ പുലി ഇറങ്ങിയാലോ? അത് ഞങ്ങൾ സഹിച്ചോളാം. ഇവിടുന്ന് പോയി തരുന്ന എത്ര കാശ് തരണം? ഞാൻ പോണില്ല അച്ഛോ. പോണില്ലെന്നോ? ഇനി ഞങ്ങൾക്ക് നിന്റെ വല്ല ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് ഈ പച്ചവെള്ളം പോലും കിട്ടില്ല. എന്റെ ഇപ്പൊ താമസിക്കാനും പറ്റില്ല. വേഗം സ്ഥലം വിട്ടില്ലേ നാട്ടുകാരെ കൊന്നു കുഴിച്ചു കൂടും. ഒന്നോട്ടെ, എന്നാലും ഞാൻ പോണില്ല. ആരാത്? ഇത്തിരി കഞ്ഞി തരുമോ? ഇന്നൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട, പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാറുണ്ണി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട, അയാള് പോയി.